ിലേക്ക് സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനായിട്ടുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് നിർദ്ദേശങ്ങൾ, അത് അപേക്ഷ ആരംഭിച്ചു. പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനും നിലവിൽ അപേക്ഷ എഡിറ്റ് ചെയ്യുന്നതിനും ഇപ്പോൾ സൗകര്യം നമുക്ക് നോക്കാം. കേരള യൂണിവേഴ്സിറ്റി 1ാം വർഷ ബിരുദ പ്രവേശനം 2026-27 സപ്ലിമെന്ററി അലോട്ട്മെന്റിലേക്കായുള്ള പുതിയ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനും ഓപ്ഷൻ നൽകുന്നതിനും ഓൺലൈൻ അപേക്ഷയിൽ തിരുത്തലുകൾ വരുത്തുന്നതിനും 15/7/2026 ഇന്നു മുതൽ, ജൂലൈ 15 മുതൽ അവസരം. അപ്പം നമുക്കതിൻ്റെ നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ചു തരാം. ഇൻട്രോ എന്നും പറയുന്നതിന് നേരെ തന്നെ പോകും. നിർദ്ദേശങ്ങൾ: നിലവിൽ രജിസ്ട്രേഷൻ ചെയ്യാത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും 1ാം വർഷ ബിരുദ പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനത്തിന് ജൂലൈ 15 മുതൽ പുതിയ അപേക്ഷ നടത്താവുന്നതാണ്. പുതിയ രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് ജൂലൈ 15 മുതൽ പുതിയ അപേക്ഷ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഇവിടെ ഒന്നും വിശദീകരിക്കാനില്ലല്ലോ. നിലവിൽ രജിസ്ട്രേഷൻ ഉള്ള വിദ്യാർത്ഥികൾ പുതിയ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയതായി അത് ഓൾറെഡി നിങ്ങൾ രജിസ്റ്റർ ചെയ്തൊരു വിദ്യാർത്ഥിയാണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതില്ല. നിങ്ങൾ ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്താണെങ്കിൽ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ട. പ്രസ്തുത വിദ്യാർത്ഥികൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതിലേക്കായി ആപ്ലിക്കേഷൻ നമ്പർ, പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് എഡിറ്റ് പ്രൊഫൈൽ വഴി പുതിയതായി ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. അതായത് നിലവിൽ അപേക്ഷ സമർപ്പിച്ചവർ എന്ത് ചെയ്താൽ മതി? എഡിറ്റ് പ്രൊഫൈലിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്ത് എഡിറ്റ് പ്രൊഫൈൽ വഴി പുതിയ ഓപ്ഷനുകൾ സമർപ്പിച്ചാൽ മതി. ഈ ഘട്ടത്തിൽ പരമാവധി 20 ഓപ്ഷൻ വരെ സമർപ്പിക്കുക. ഈ ഘട്ടത്തിൽ പരമാവധി ഒരു കുട്ടിക്ക് 20 ഓപ്ഷൻ വരെ സമർപ്പിക്കാൻ സാധിക്കുമെന്നുള്ളത്. 20 ഓപ്ഷൻ വരെ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് സമർപ്പിക്കാം. നിലവിൽ അലോട്ട്മെന്റുകൾ ലഭിക്കാത്ത വിദ്യാർത്ഥികൾ പഴയ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം ഓപ്ഷനുകൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതാണ്. എന്നാൽ പുതിയ ഓപ്ഷൻ നൽകിയാൽ അവ പ്രൊഫൈലിൽ മുൻപ് നൽകിയ ഓപ്ഷനുകൾ ക്യാൻസൽ ആകുകയും പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാത്രം തുടർന്ന് വരുന്ന സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കപ്പെടുന്നതുമാണ്. അതായത് നിലവിൽ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പഴയ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതാണ്. പഴയ ഓപ്ഷനുകൾ വെച്ച് തന്നെ നിങ്ങൾക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പരിഗണിക്കും. നിങ്ങൾ പുതിയ ഓപ്ഷനുകൾ നൽകിയാൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ പഴയ ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആവും. മുൻ അലോട്ട്മെന്റുകളിൽ ഫീസ് ഒടുക്കാതെ അലോട്ട്മെന്റ് റദ്ദായിപ്പോയ അപേക്ഷകരും ഫീസ് അടച്ചിട്ട് കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളും ടെമ്പററി അഡ്മിഷൻ എടുത്ത ശേഷം പെർമനന്റ് അഡ്മിഷൻ എടുക്കാതെ അഡ്മിഷൻ നഷ്ടമായ വിദ്യാർത്ഥികൾക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ താല്പര്യമുള്ള പക്ഷം അതിലേക്ക് പരിഗണിക്കപ്പെടുന്നതിന് പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് എഡിറ്റ് പ്രൊഫൈൽ വഴി പുതിയതായി ഓപ്ഷനുകൾ നൽകേണ്ടതാണ്. ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാത്രമേ തുടർന്ന് വരുന്ന അലോട്ട്മെന്റിൽ പരിഗണിക്കുകയുള്ളൂ. ഇവിടെ പറഞ്ഞത് അലോട്ട്മെന്റ് 1, 2 അലോട്ട്മെന്റുകളിൽ സീറ്റ് ലഭിച്ചു, ഫീസ് ഒടുക്കാത്ത കാരണം പുറത്തായി പോയവര്, ഫീസ് അടച്ചിട്ടും കോളേജിൽ പോയി ഇവിടെ അലോട്ട്മെന്റ് ലഭിച്ചിട്ട് ഫീസ് ഒടുക്കാതെ പുറത്തായി പോയ വിദ്യാർത്ഥികൾ, ഫീസ് അടച്ചിട്ടും കോളേജിൽ പ്രവേശനം നേടാൻ സാധിക്കാതെ പോയവർ, ടെമ്പററി അഡ്മിഷൻ എടുത്തു ശേഷം പിന്നീട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാത്തത് മൂലം അഡ്മിഷൻ നഷ്ടമായി പോയവർക്കും സപ്ലിമെന്ററി ഘട്ടത്തിൽ പുതിയ ഓപ്ഷനുകൾ നൽകാം. അത്രയാണ് അവിടെ പറയുന്നത്. നിലവിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനുകൾ ഈ അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതല്ല. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടിയെ സംബന്ധിച്ച് 3ാമത്തെ അലോട്ട്മെന്റിൽ 4, 3, 2, 1 ഓപ്ഷനുകൾ പരിഗണിക്കില്ല. പ്രസ്തുത വിദ്യാർത്ഥികൾ സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ താല്പര്യമുള്ള പക്ഷം ഇതിലേക്ക് പരിഗണിക്കുന്നതിനായി പ്രൊഫൈൽ ലോഗിൻ ചെയ്ത് ശേഷം എഡിറ്റ് പ്രൊഫൈൽ എന്ന ലിങ്ക് വഴി പുതിയ ഓപ്ഷനുകൾ നൽകണം. അതായത് 5ാമത്തെ ഓപ്ഷൻ കിട്ടിയ കുട്ടിയെ 4, 3, 2, 1 പരിഗണിക്കില്ല. അങ്ങനെ പരിഗണിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ വിദ്യാർത്ഥി പുതിയ ഓപ്ഷനുകൾ സമർപ്പിക്കണം. നിലവിലുള്ള ഓപ്ഷനുകൾ പരിഗണിക്കില്ല, പുതിയ ഓപ്ഷനുകൾ സമർപ്പിക്കേണ്ടതാണ്. നിലവിലുള്ള രജിസ്ട്രേഷൻ എല്ലാവർക്കും പുതിയ ഓപ്ഷനുകൾ ചേർക്കാൻ, റീവാലുവേഷൻ, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്താൻ, കാറ്റഗറി മാറ്റാൻ തുടങ്ങിയ എല്ലാ തിരുത്തലുകളും ഈ അവസരത്തിൽ പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതായത് നിങ്ങൾക്ക് പുതിയ ഓപ്ഷനുകൾ ഉൾപ്പെടുത്താം. ഇപ്പോൾ +2ൻ്റെ റീവാലുവേഷൻ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ട്, അതിൻ്റെ മാർക്ക് കൂടിയവർക്ക് അത് ഉൾപ്പെടുത്താം, ഗ്രേസ് മാർക്ക് ഉൾപ്പെടുത്താം. നിങ്ങളുടെ കാറ്റഗറിയൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എഡിറ്റ് ചെയ്യാൻ എല്ലാത്തിനും ഇപ്പോൾ അവസരമുണ്ട്. നിലവിൽ അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾ അക്കാഡമിക് വിവരങ്ങൾ മാത്രമേ, മാർക്കിലെ വർധനവ്, സെക്ഷൻ വെയിറ്റേജ്,
സ്പെഷ്യൽ വെയിറ്റേജ് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുകയുള്ളത്. അഡ്മിഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാർക്കിലെ വർധനവ്, റീവാലുവേഷൻ റിസൾട്ടൊക്കെ വന്ന് മാർക്ക് കൂടിയവർക്ക് സ്പെഷ്യൽ വെയിറ്റേജ് ഒക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്നതാണ്. പ്രൊഫൈലിൽ തിരുത്തലുകൾ വരുത്താൻ അലോട്ട്മെന്റിലേക്ക് വീണ്ടും പരിഗണിക്കൽ എന്നിവ ആവശ്യമുള്ള എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ തീയതികളിൽ സ്വന്തമായി അവരുടെ പ്രൊഫൈലിൽ മാറ്റങ്ങൾ വരുത്തി പുതിയ ഓപ്ഷനുകൾ നൽകുക. അതായത് നിങ്ങൾക്ക് നിലവിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അപേക്ഷയിൽ എന്ത് തിരുത്തലുകൾ വേണമെങ്കിലും വരുത്താം. തിരുത്തലുകൾ വരുത്തി കഴിഞ്ഞാൽ പുതിയതായി നൽകിയ ഓപ്ഷനുകൾ മാറ്റങ്ങൾ അപേക്ഷയിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അപേക്ഷയുടെ ഏറ്റവും പുതിയ പ്രിൻ്റ് ഔട്ട് എടുത്ത് തുടർ ആവശ്യങ്ങൾക്കായി സൂക്ഷിക്കേണ്ടതുമാണ്. അത് നിങ്ങൾ പുതിയ ഓപ്ഷനുകളൊക്കെ കൂട്ടിച്ചേർത്താൽ അല്ലെങ്കിൽ എഡിറ്റുകളൊക്കെ വരുത്തി കഴിഞ്ഞാൽ അവ വന്നിട്ടുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങൾ ഏറ്റവും പുതിയതായിട്ടുള്ള പ്രിൻ്റ് ഔട്ട് എടുത്തു വെക്കണം. രജിസ്ട്രേഷൻ അവസാനിക്കുന്ന തീയതി പിന്നീട് അറിയിക്കും, പോർട്ടലിൽ പിന്നീട് അറിയിക്കും. ഇപ്പം ഇന്ന് ജൂലൈ 15 മുതൽ ആരംഭിക്കുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ന് അവസാനിക്കുമെന്നുള്ളത് പിന്നീട് അറിയിക്കും. സ്പോർട്സ് കോട്ട അഡ്മിഷൻ, മാനേജ്മെൻറ്റ് അഡ്മിഷനൊക്കെ ഇപ്പോൾ അപേക്ഷിക്കുക. അപ്പോൾ പുതിയ കാണുന്നൊരു മൈ നെയിം ഈസ് കൃത ഫോണ്ടസ് ഫോർ ദ ടൈംസ് വാച്ചിങ് ബൈ.